ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ പാർട്ട് 8ലേക്ക് വരികയാണ്. നമ്മൾ ഇതുവരെ ഇപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറി പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മൾ ചെയ്യുക നമ്മുടെ ബോർഡ് ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ പ്രീവിയസ് ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഓക്കെ, സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ. The question is, a list of coordination compounds are given below. PtCl2 NH3 twice എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ PtCl2 NH3 4 times Br2 എന്നൊരു കോംപ്ലക്സ് ഉണ്ട്. അതുപോലെ CrH2O 6 times Cl3 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ട്. And which type of isomerism do these compounds exist എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം ഈ കോമ്പൗണ്ടുകൾ എന്ത് ചെയ്യുക, നമ്മൾ എഴുതി നോക്കുക. That is, first one is what you call what? PtCl2 NH3 twice എന്നുള്ളതാണ് അല്ലെ. സോ ദിസ് ഇസ് PtCl2 NH3 twice. This is the complex. Okay, the next complex is what? PtCl2 NH3 4 times Br2. This is the next complex. And the last one is what you call CrH2O 6 times Cl3. Fine. So which type of isomerism do these compounds exist എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പൊ അതില് നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടിൽ എങ്ങനെയുള്ള ഐസോമറിസം ആയിരിക്കും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി. അതായത് ഹിയർ വി ക്യാൻ സേ ദാറ്റ് ദ കോംപ്ലക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് രണ്ട് അമോണിയ ഗ്രൂപ്പ് ഉണ്ട്, രണ്ട് ക്ലോറിഡോ ഗ്രൂപ്പ് ഉണ്ട്, ആൻഡ് പ്ലാറ്റിനം ഈസ് ദർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ കോമ്പൗണ്ട് സ്ട്രക്ചർ എന്തായിരിക്കും വരിക. ഇറ്റ് ഈസ് വാട്ട് യു കോൾ സ്ക്വയർ പ്ലാനാർ ജോമെട്രി ആയിരിക്കും. ദാറ്റ് ഈസ് പ്ലാറ്റിനം ഈസ് ഹിയർ ആൻഡ് വൺ NH3 ഈസ് ഹിയർ, അതർ NH3 ഈസ് ഹിയർ ആൻഡ് വൺ ക്ലോറിൻ ഈസ് ഹിയർ, അതർ ക്ലോറിൻ ഈസ് ഹിയർ അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് കാണിക്കാൻ പോസിബിലിറ്റി ഏത് തരം ഐസോമറിസം ആയിരിക്കും പറഞ്ഞു. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ് അല്ലെ. സോ ദാറ്റ് ഈസ് വാട്ട് യു കോൾ ജോമെട്രിക്കൽ ഐസോമറിസം ഈ പറയുന്ന കോമ്പൗണ്ടിന് പോസിബിൾ ആണ്. നമുക്കറിയാം സിസ് ട്രാൻസ് ഐസോമറിസം നമ്മൾ പറഞ്ഞു വെക്കും. അതായത് ഇവിടെ ഇപ്പോ നമ്മൾ വരച്ചിരിക്കുന്ന കോംപ്ലക്സ് ഏതാണ്? ഇവിടെ ഒരു അമോണിയ, ഇവിടെ ഒരു അമോണിയ, അഡ്ജസന്റ് ആയിട്ട് അമോണിയ ലിഗാൻഡുകൾ ഉണ്ട്. സോ നോർമലി നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് വാട്ട് യു കോൾ വാട്ട്, ഈ പറഞ്ഞതുപോലെ സിസ് കോമ്പൗണ്ട് ആണ്. അതുപോലെ ഇത് ഓപ്പോസിറ്റ്ലി വരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഓപ്പോസിറ്റ്ലി മീൻസ് ഇവിടെ ഒരു NH3 ഗ്രൂപ്പ് ആൻഡ് ഹിയർ വി ഹാവ് ആൻ NH3 ഗ്രൂപ്പ്, ഹിയർ വി ഹാവ് എ ക്ലോറിൻ, ഹിയർ വി ഹാവ് എ ക്ലോറിൻ. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അതായത് സിമിലർ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് യു കോൾ ട്രാൻസ് ഐസോമറിസം ആയിരിക്കും. ഈ ഒരു കോംപ്ലക്സിന് ഈ പറഞ്ഞതുപോലെ ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്. ആൻഡ് ജോമെട്രിക്കൽ ഐസോമറിസം ഏതൊക്കെയാണ്? അതായത് ദിസ് വൺ ഈസ് വാട്ട് യു കോൾ സിസ് ഐസോമറിസം പോസിബിൾ ആണ്, ആൻഡ് ദിസ് ഇസ് വാട്ട് യു കോൾ എന്താണ്? ട്രാൻസ് ഐസോമറിസം പോസിബിൾ ആണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഐസോമറിസം എക്സിസ്റ്റ് ഫോർ ദ ഫസ്റ്റ് കോമ്പൗണ്ട്. ഓക്കെ, then we are going for the next compound, that is PtCl2 NH3 4 times Br2. സോ ഇതില് നമുക്കറിയാം കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ് അല്ലെ. അപ്പോ ഇതിൽ രണ്ട് തരത്തിലുള്ള ഐസോമറിസം പോസിബിൾ ആണ്. അതായത് ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്, ആൻഡ് ദ സെയിം ടൈം ഈ പറഞ്ഞതുപോലെ ക്ലോറിനും ബ്രോമിനും തമ്മിൽ എന്ത് ചെയ്യപ്പെടാം? റീപ്ലേസ് ചെയ്യപ്പെടാം. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു വെക്കുക ഏതാണ്? ദാറ്റ് ഈസ് വാട്ട് യു കോൾ ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ് അല്ലെ. സോ വാട്ട് ഈസ് ജോമെട്രിക്കൽ ഐസോമറിസം ഹിയർ? വാട്ട് ഈസ് ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ഹിയർ? അതായത് ദാറ്റ് ഈസ് ഈ പറഞ്ഞ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്തായിരിക്കും? ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഒരു ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ആയിരിക്കും അല്ലെ. എങ്ങനെയായിരിക്കും ആ ഒരു കോമ്പൗണ്ട് സ്ട്രക്ചർ വരിക? അതായത് പ്ലാറ്റിനം ഷുഡ് ബി ദർ ആൻഡ് 4 അമിനോ ലിഗാൻഡുകൾ ഉണ്ട്, 2 ക്ലോറിഡോ ലിഗാൻഡുകൾ ഉണ്ട്. അപ്പൊ മൊത്തം ഈ പറഞ്ഞതുപോലെ അതിന്റെ ഒക്ടാഹിഡ്രൽ ജോമെട്രി ആയിരിക്കും വരിക. ഈ ഒക്ടാഹിഡ്രൽ ജോമെട്രിയിൽ സേ ഈ 2 ക്ലോറിഡോ ലിഗാൻഡുകൾ ഓപ്പോസിറ്റ്ലി അലൈൻഡ് ആണ്, ആൻഡ് ഈ പറഞ്ഞതുപോലെ 4 NH3 ഗ്രൂപ്പുകൾ ഇങ്ങനെ അലൈൻഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഫൈൻ, ഈ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് വാട്ട് ഈക്വൽ എന്താണ്? ദിസ് ഇസ് വാട്ട് ഈക്വൽ ട്രാൻസ് ഐസോമറിസം ആണെന്ന് പറയാം. ഓക്കെ, സോ ഇതിന് ജോമെട്രിക്കൽ ആയിട്ടുള്ള ട്രാൻസ് ഐസോമറുകൾ പോസിബിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഈ പറഞ്ഞ ക്ലോറിഡോ ലിഗാൻഡുകൾ അഡ്ജസന്റ് സൈഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും അഡ്ജസന്റ് സൈഡ് ക്ലോറിഡോ ലിഗാൻഡുകൾ വരിക? ഹിയർ വി ഹാവ് പ്ലാറ്റിനം ആൻഡ് ഒരു ക്ലോറിഡോ ഇവിടെ, അടുത്ത ക്ലോറിഡോ ഇവിടെയാണെന്ന് വിചാരിക്കുക. ദെൻ ബാക്കിയുള്ള 4 കോർഡിനേഷൻ സൈറ്റുകളിലേക്ക് ഈ പറയുന്ന NH3 ഗ്രൂപ്പ് അലൈൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഫൈൻ, ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ജോമെട്രിക്കൽ
ഫോം അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫോം ജോമെട്രിക്കൽ ഫോം ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇവിടെ അഡ്ജസന്റ് സൈഡിലാണ് എന്ത് വരിക, സിമിലർ ഗ്രൂപ്പുകൾ വരിക. ആൻഡ് ദിസ് ഇസ് വാട്ട് യു കോൾ എന്തായിരിക്കും, സിസ് ഐസോമർ ആണ്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സിന് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോംപ്ലക്സിന്റെ കേസിൽ അതിന് അയോണൈസേഷൻ ഐസോമറിസവും പോസിബിൾ ആണ്. എന്തുകൊണ്ട് അയോണൈസേഷൻ ഐസോമറിസം പോസിബിൾ എന്ന് പറഞ്ഞു വെക്കുക, ബിക്കോസ് നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഈ പറഞ്ഞതുപോലെ ഒരു ക്ലോറിഡോ ലിഗാൻഡ് ഉണ്ട്, ഇവിടെ ഒരു ബ്രോമിൻ ഉണ്ട് അല്ലെ, രണ്ട് ബ്രോമിൻ ആറ്റങ്ങൾ അയോണൈസേഷൻ സ്ഫിയറിലുണ്ട്. അതുപോലെ ഇവിടെ രണ്ട് ക്ലോറിഡോ ലിഗാൻഡുകൾ അതിന്റെ അതിന്റെ കോർഡിനേഷൻ സ്ഫിയറിലുമുണ്ട്. ഫൈൻ. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഐസോമറിസം നമുക്ക് പറയാനായിട്ട് പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോംപ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുക PtCl2 NH3 4 times, ഫൈൻ, NH3 4 times 2+ എന്ന് പറയുന്ന ഒരു അയോണിനെയും അതുപോലെ തന്നെ പ്ലസ് 2 Br- അയോണിനെയും ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഫൈൻ. നമ്മൾ ഇങ്ങനെയാണ് കോംപ്ലക്സ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക Br- അയോൺസിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന കോർഡിനേഷൻ എൻറ്റിറ്റി ആസ് സച്ച് സൊല്യൂഷൻ ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഇതേ കോംപ്ലക്സിനെ, ഇതേ കെമിക്കൽ ഫോർമുലയുള്ള കോംപ്ലക്സിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു എന്ന് വിചാരിക്കുക. അതായത് Pt ഈ ക്ലോറിഡോ ലിഗാൻഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞതുപോലെ ബ്രോമിനുമായിട്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ Br2 NH3 4 times, ഫൈൻ, Cl2 ഈ രീതിയിൽ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോംപ്ലക്സ് അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അയോൺസ് ഏതൊക്കെയായിരിക്കും ഉണ്ടാവുക, PtBr2 NH3 4 times 2+ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ ഈ രണ്ട് Cl2 അല്ലെങ്കിൽ ക്ലോറിഡോ ലിഗാൻഡുകൾ Cl- ആയിട്ട്, ക്ലോറിഡോ അല്ല അവിടെ അയോൺ ആണ്, സോ ഈ രണ്ട് ക്ലോറൈഡ് അയോൺസ് 2Cl- ആയിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഒരു കോംപ്ലക്സിന് അറ്റ് എ ടൈം എന്തുണ്ട്, ജോമെട്രിക്കൽ ഐസോമറിസവും പോസിബിൾ ആണ്. അതേപോലെ തന്നെ ഇതിന് എന്തുകൂടി പോസിബിൾ ആണ്, ഈ പറഞ്ഞതുപോലെ അയോണൈസേഷൻ ഐസോമറിസവും കൂടി പോസിബിൾ ആണ്. അപ്പോൾ ഇതിന് സ്ട്രക്ചറൽ ഐസോമറിസവും പോസിബിൾ ആണ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ജോമെട്രിക്കൽ ഐസോമറിസവും സിസ് ട്രാൻസ് ഐസോമറിസവും പോസിബിൾ ആണ്. നിങ്ങൾ എഴുതുമ്പോൾ ഇത് വരച്ച് എഴുതി കാണിക്കുക, ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇനി നമ്മൾ അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ലാസ്റ്റ് കോമ്പൗണ്ടിലേക്ക് വരികയാണെങ്കിൽ ലാസ്റ്റ് കോമ്പൗണ്ട് CrH2O 6 times Cl3 എന്നുള്ളതാണ് അല്ലെ. അപ്പോ ആ ഒരു കോംപ്ലക്സിന്റെ കേസിൽ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് CrH2O 6 times Cl3. ഈ ഒരു കോമ്പൗണ്ടിന് ഇതിനെന്തായാലും നമുക്കറിയാം ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ അല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇവിടെ ക്രോമിയം ഉണ്ട് ആൻഡ് ഈ ക്രോമിയത്തിന് ചുറ്റുമായിട്ട് 6 വാട്ടർ മോളിക്യൂൾസ് ആണ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുക അല്ലെ. അപ്പോ ഈ 6 വാട്ടർ മോളിക്യൂൾസും എന്താണ്, they are what we call identical ആണ് എന്നുള്ളത് കൊണ്ട് H2O and here we have what, H2O, here also we have H2O and here we have H2O and H2O. ഫൈൻ. അപ്പൊ ഈ 6 വാട്ടർ മോളിക്യൂളും സിമിലർ ആണ് എന്നുള്ളത് കൊണ്ട് ഇതിന് ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണോ? അല്ല. ബിക്കോസ് ഇത് Ma6 എന്ന് പറയുന്ന ഒരു ഫോർമുലയുള്ള കോംപ്ലക്സ് ആണ്. ഇതിനൊരിക്കലും ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ അല്ല. ഇനി നമ്മൾ ഇതിന് അയോണൈസേഷൻ ഐസോമറിസം പോസിബിൾ ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വാട്ടർ മോളിക്യൂളിന് അയോണൈസേഷൻ സ്ഫിയറിലേക്ക് എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. ബിക്കോസ് നമുക്കറിയാം അയോണൈസേഷൻ സ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുക ആര് മാത്രമാണ്, ചാർജ്ഡ് സ്പീഷ്യസുകൾ മാത്രമാണ്. അപ്പൊ വാട്ടർ മോളിക്യൂൾ ന്യൂട്രൽ ആയതുകൊണ്ട് ഒരിക്കലും ഇതിന് അയോണൈസേഷൻ സ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. ഇതിന് ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല, ദെൻ നമുക്ക് അയോണൈസേഷൻ ഐസോമറിസവും പറയാനായിട്ട് പറ്റില്ല. ദെൻ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ മോളിക്യൂൾ, സോൾവെന്റ് മോളിക്യൂള് ഇവിടെ ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ കോംപ്ലക്സുകൾ കാണിക്കുന്ന ഐസോമറിസത്തെയാണ് എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് സോൾവെന്റ് ഐസോമറിസം എന്ന് നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട് അല്ലെ. സോൾവെന്റ് ഐസോമറിസം അല്ലെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന് പറഞ്ഞു വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സിന് സാധിക്കുന്നത് കാണിക്കാൻ പോസിബിലിറ്റി ഉള്ളത് ഒന്നെങ്കിൽ സോൾവെന്റ് ഐസോമറിസം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഹൈഡ്രേറ്റ് ഐസോമറിസം, രണ്ടും സെയിം തന്നെയാണ്, അതാണ് കാണിക്കാൻ സാധ്യത. എങ്ങനെയാണ് ഒരു സോൾവെന്റ് ഐസോമർ എഴുതുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാട്ടർ മോളിക്യൂളിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ക്ലോറിൻ അതിന്റെ കോർഡിനേഷൻ സൈറ്റിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കോംപ്ലക്സിന്റെ ഫോർമുല എന്തായിരിക്കും വരിക, CrH2O 5 times Cl
ഓക്കെ. ആൻഡ് Cl2 മാത്രമേ അവിടെ അയണൈസേഷൻ സ്ഫിയർ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് ഒരു വാട്ടർ മോളിക്കൂൾ അവിടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഹൈഡ്രേറ്റഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാം. സോ ദിസ് ഇസ് പോസിബിൾ അല്ലെ. സോ ഇത് അടുത്തൊരു ഐസോമർ ആണ്. ഈ പറഞ്ഞ കോമ്പൗണ്ടിന്റെ മറ്റൊരു ഐസോമർ ആണ് ഈ കാണുക. ഇനി അതുപോലെ അടുത്തൊരു കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CrH2O ഒരു വാട്ടർ മോളിക്കൂൾ റീപ്ലേസ് ചെയ്യപ്പെടുന്നു എന്ന് വിചാരിക്കുക. ഒരു വാട്ടർ മോളിക്കൂൾ റീപ്ലേസ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്ത് വരും, CrH2O 4 ടൈംസ് ഒരു ക്ലോറിൻ കൂടി അതിന്റെ കോർഡിനേഷൻ സൈറ്റിലേക്ക് വരുന്നു Cl2. ദെൻ അവിടെ പിന്നെ വരിക ഒരു ക്ലോറിൻ മാത്രമായിരിക്കും അയോണൈസേഷൻ സ്ഫിയറിൽ ഉണ്ടാവുക. ദെൻ 2 വാട്ടർ മോളിക്കൂൾ അതിന്റെ ഹൈഡ്രേറ്റഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ഹൈഡ്രേറ്റ് ഐസോമറിസം ഓഫ് ദിസ് കോംപ്ലക്സ്. ഇനി അതുപോലെ അടുത്തൊരെണ്ണം എന്തായിരിക്കും, CrH2O ദെൻ ഒരു വാട്ടർ മോളിക്കൂൾ റീപ്ലേസ് ചെയ്യുന്നു 3, ഒരു വാട്ടർ മോളിക്കൂൾ കൂടി റീപ്ലേസ് ചെയ്യപ്പെടുന്നു. ആൻഡ് 3 ക്ലോറിൻ ആറ്റം എന്ത് ചെയ്യുന്നു, അതിന്റെ കോർഡിനേഷൻ സ്ഫിയറിലേക്ക് വരുന്നു. ആൻഡ് അയോണൈസേഷൻ സ്ഫിയറിൽ നോർമലി അപ്പൊ എന്തായിരിക്കും ഉണ്ടാവുക, 3 വാട്ടർ മോളിക്കൂൾ മാത്രമായിരിക്കും ഉണ്ടാവുക. സോ ഈ 3 പോസിബിൾ ഹൈഡ്രേറ്റ് ഐസോമറിസം ആർക്ക് പോസിബിൾ ആണ്, നമ്മൾ ഈ പറഞ്ഞ കോംപ്ലക്സിന് പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്, ഈ ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ കേസിൽ ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്. സെക്കൻഡ് കോംപ്ലക്സിന്റെ കേസിൽ ജോമെട്രിക്കൽ ഐസോമറിസവും പോസിബിൾ ആണ്, അയോണൈസേഷൻ ഐസോമറിസവും പോസിബിൾ ആണ്. തേർഡ് കോംപ്ലക്സിന്റെ കേസിൽ പോസിബിലിറ്റി ഏത് മാത്രമാണ്, ഹൈഡ്രേറ്റ് ഐസോമറിസം അല്ലെങ്കിൽ സോൾവെന്റ് ഐസോമറിസം മാത്രമാണ്. ക്ലിയർ ആണോ? ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു വെക്കുക, ദാറ്റ് ഈസ് വാട്ട് യു കോൾ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ദാറ്റ് ഈസ് ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക്. അതായത് ടീച്ചർ ആസ്ക്ഡ് 2 സ്റ്റുഡൻസ് ടു റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് D4 സിസ്റ്റം. അതായത് D4 സിസ്റ്റത്തിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് 2 സ്റ്റുഡൻസിനോട് ടീച്ചർ ആവശ്യപ്പെട്ടു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ യൂസിംഗ് CFT തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അനുസരിച്ചിട്ടാണ് അവർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. സ്റ്റുഡന്റ് 1 എഴുതിയിരിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് T2G3EG1 എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ സ്റ്റുഡന്റ് എഴുതിയത് T2G4EG0 എന്നുള്ളതാണ്. The question is, suggest which students gives the correct configuration, justify your answer. Option B, that is draw figure to show the splitting of degenerated orbitals in an octahedral crystal field എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പോ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏത് സ്റ്റുഡന്റ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ എഴുതിയത്. നമ്മൾ പറയും ബോത്ത് ദ സ്റ്റുഡൻസ് റൈറ്റ് ദ കോൺഫിഗറേഷൻ ഇൻ എ പ്രോപ്പർ മാനർ. അതായത് 2 പേരും എഴുതിയത് ഈ പറഞ്ഞതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന എക്സ്പ്ലനേഷൻ തന്നെയാണ്. കാരണം സ്റ്റുഡന്റ് 1 ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുക ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത് T2G3EG1 എന്നുള്ളതാണ്. നമുക്കറിയാം ഇത് ഏത് കോൺഫിഗറേഷൻ ആണ്, നമ്മുടെ D4 സിസ്റ്റം ആണ് അല്ലെ. അപ്പൊ D4 സിസ്റ്റത്തിന്റെ ഒക്ടാഹിഡ്രൽ ഫീൽഡിലുള്ള ക്രിസ്റ്റൽ സ്പ്ലിറ്റിംഗ് നമ്മൾ എങ്ങനെയാ പറഞ്ഞു വെക്കുക, D4 സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഒക്ടാഹിഡ്രൽ ഫീൽഡ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, EG ഓർബിറ്റൽസ് മുകളിൽ ഉണ്ടാവും, അതുപോലെ T2G ഓർബിറ്റൽസ് താഴെയും ഉണ്ടാവും അല്ലെ. അതായത് T2G ഓർബിറ്റൽസ് എന്ത് ചെയ്യപ്പെടുന്നു, ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നു. EG ഓർബിറ്റൽസ് എന്ത് ചെയ്യപ്പെടുന്നു, ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നു. ക്ലിയർ? ഇനി നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇടുന്നതിന് മുൻപ് ഇവിടെ ലിഗാൻഡ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ ലിഗാൻഡ് എന്ന് പറയുന്നത് വേണമെങ്കിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് വരാം അല്ലെ. അപ്പൊ ലിഗാൻഡ് മേ ബി ഈ പറഞ്ഞതുപോലെ വീക്ക് ഫീൽഡ് ആവാം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരാം. അപ്പോ നമ്മൾ D4 സിസ്റ്റം എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഓരോ ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് 1 2 3 3 ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി 4ാമത്തെ ഇലക്ട്രോൺ നമുക്കറിയാൻ വേണമെങ്കിൽ T2G ഓർബിറ്റൽസിന് പെയർ ചെയ്യപ്പെടാം, അല്ലെങ്കിൽ EG ഓർബിറ്റൽസിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ വിച്ച് ടൈപ്പ് ഓഫ് ലിഗാൻഡ് ദാറ്റ് വി ആർ യൂസ്ഡ് അനുസരിച്ച് മാറും അല്ലെ. ഫൈൻ. അതായത് ഇപ്പോ ഫസ്റ്റ് സ്റ്റുഡന്റ് ഈ പറഞ്ഞതുപോലെ എക്സ്പ്ലനേഷൻ എഴുതിയിരിക്കുക, സേ ഹി കൺസിഡർ ഇറ്റ് ആസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. സ്റ്റുഡന്റ് 1 എന്നുള്ളത് ഈ എക്സ്പ്ലനേഷൻ ഇരിക്കുന്നത് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. നമുക്കറിയാം വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെന്നുണ്ടെങ്കിൽ 4ാമത്തെ ഇലക്ട്രോൺ പോവുക എങ്ങോട്ടേക്കായിരിക്കും, നമുക്കറിയാം വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ പെയറിംഗ് എനർജി ആണ് അല്ലെ. അപ്പൊ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, എക്സൈറ്റേഷൻ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോ 4ാമത്തെ ഇലക്ട്രോൺ പോവുക ഏത് ഓർബിറ്റലിലേക്കായിരിക്കും, ഈ പറഞ്ഞതുപോലെ EG ഓർബിറ്റലിലേക്കായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റുഡന്റ് വീക്ക് ഫീൽഡ് ലിഗാൻഡ് കൺസിഡർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും വരിക, T2G3EG1 എന്നുള്ളതാണ്. ഇനി നമ്മുടെ 2ാമത്തെ സ്റ്റുഡന്റ് കൺസിഡർ ചെയ്തിരിക്കുക, സേ ഇതൊരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ
നമുക്കറിയാം സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ വാല്യൂ ഗ്രേറ്റർ ദാൻ പി പെയറിംഗ് എനർജിയാണ് അല്ലെ. അപ്പൊ ലോവർ എനർജി ഏതാണോ ആ ലോവർ എനർജി ആയിരിക്കും എന്ത് ചെയ്യപ്പെടുക, ഇവിടെ ഫേവർ ചെയ്യപ്പെടുക. സോ വിച്ച് മീൻസ് ഈ നാലാമത്തെ ഇലക്ട്രോൺ റാദർ ദാൻ ഈ പറഞ്ഞതുപോലെ എക്സൈറ്റ് ചെയ്യുന്നതിന് പകരം അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഈ പറഞ്ഞതുപോലെ നാലാമത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, നമ്മുടെ T2G ഓർബിറ്റലിൽ പെയർ ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും വരിക, T2G4EG0 എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയാണ്, വി ക്യാൻ സേ ദാറ്റ് ബോത്ത് ദ സ്റ്റുഡൻസ് ഗീവ് ദ കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് ദ ഡിഫോൾട്ട് കോൺഫിഗറേഷൻ. പക്ഷെ ഫസ്റ്റ് സ്റ്റുഡന്റ് ഹി കൺസിഡർ it as a weak field ligand. The ligand has to be weak field ആയിട്ടാണ് ഫസ്റ്റ് സ്റ്റുഡന്റ് കൺസിഡർ ചെയ്തിരിക്കുക. So the electronic configuration should be what, T2G3EG1, because the fourth electron is actually excited towards the EG orbital when we have a weak field ligand. Okay. ഇനി സെക്കൻഡ് സ്റ്റുഡന്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, he considered it as to be a strong field ligand. We can say that in strong field ligand what happens, that is, since the field strength is high, delta value is high, the fourth electron will be paired to the T2G orbital. So the electronic configuration should be what, T2G4EG0 എന്നുള്ളതായിരിക്കും. Clear? So it is what we call the justification of this what you call the statement. ഇനി നമ്മൾ ഓപ്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ draw the figure to show the splitting of degenerated orbitals in octahedral field. നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡീജനറേറ്റഡ് ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതായത് we have T2G ഓർബിറ്റൽസ് ഉണ്ട്, EG ഓർബിറ്റൽസ് ഉണ്ട്. ആൻഡ് EG ഓർബിറ്റൽസ് സ്റ്റെബിലൈസ് ചെയ്യണോ ഡീസ്റ്റെബിലൈസ് ചെയ്യാണോ, ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടും. ഈ T2G ഓർബിറ്റൽസ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, that will get സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്പ്ലിറ്റിംഗ്, അതായത് ഇവ തമ്മിലുള്ള എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് ഡെൽറ്റ O എന്ന് പറഞ്ഞു വെക്കുക. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഈസ് ഈ പറഞ്ഞതുപോലെ EG ഓർബിറ്റൽസ് എത്രമാത്രം ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that is എത്രയായിരുന്നു, 0.6 ഡെൽറ്റ O ആണ് എന്ത് ചെയ്യപ്പെടുക, ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടുക. ആൻഡ് T2G ഓർബിറ്റൽസ് എത്രമാത്രം സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that is what we call 0.4 ഡെൽറ്റ O ആണ് എന്ത് ചെയ്യപ്പെടുക, സ്റ്റെബിലൈസ് ചെയ്യപ്പെടുക. ഓർ വി ക്യാൻ സേ ദാറ്റ് EG ഓർബിറ്റൽസിനുണ്ടാകുന്ന ഡീസ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് 3/5 ഡെൽറ്റ O ആണ്. ആൻഡ് T2G ഓർബിറ്റൽസിനുണ്ടാകുന്ന സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, that is what we call 2/5 ഡെൽറ്റ O എന്നുള്ളതാണ്. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? സോ ദിസ് ഇസ് എ സ്പ്ലിറ്റിംഗ് പാറ്റേൺ. നമ്മൾ പ്രത്യേകം പഠിച്ചതാണ് സ്ക്വയർ പ്ലാനാറിന്റെയും ടെട്രാഹിഡ്രലിന്റെയും ഒക്ടാഹിഡ്രലിന്റെയും ഒക്കെ. സോ ഇതാണ് ഒക്ടാഹിഡ്രൽ ഫീൽഡിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ? അപ്പോ ഇതാണ് ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആൻഡ് ദ ആൻസർ ഈസ്, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ വി ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണെന്ന് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. The central metal ion CO3+ with coordination number 6 can form a series of complexes in which both chloride and NH3, this is NH3, are acting as ligands എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞതുപോലെ ക്ലോറൈഡ് അയോൺസും ഉണ്ട്, NH3 അയോൺസും ഉള്ള CO3+ എന്ന് പറയുന്ന ഒരു മെറ്റലിന്റെ കോംപ്ലക്സസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുക. ആൻഡ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ദിസ് കോംപ്ലക്സ് ഈസ് വാട്ട്, 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഓക്കെ, അവിടെയുള്ള ലിഗാൻസ് ഏതൊക്കെയാണ്? വി ക്യാൻ സേ ദാറ്റ് ദേർ Cl- ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, വി ഹാവ് NH3 ലിഗാൻഡുകളും ഉണ്ട്. ഓക്കെ, എത്ര ലിഗാൻസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ദ ഫോർമുല ഓഫ് ഈച്ച് കോംപ്ലക്സ് മോളിക്യൂൾ. അതായത് ഒരു 3 കോംപ്ലക്സ് മോളിക്യൂൾസിന്റെ, അതായത് ഈ ഒരു ഫോർമുലേഷൻ വരുന്ന 3 കോംപ്ലക്സ് മോളിക്യൂൾസിന്റെ സ്ട്രക്ചർ എഴുതാനായിട്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് യു കോൾ, ഗിവ് ദ IUPAC നെയിം ഓഫ് ദിസ് എബവ് കോംപ്ലക്സസ്. ക്ലിയർ? അപ്പൊ നമ്മുടെ കണ്ടീഷൻസ് ഇതൊക്കെയാണ്. മെറ്റൽ എന്ന് പറയുന്നത് CO3+ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കണം. ദെൻ ദ കോംപ്ലക്സ് ഹാസ് ദ കോർഡിനേഷൻ നമ്പർ ടു ബി 6 ആയിരിക്കണം. ദെൻ അതിനകത്ത് ഉണ്ടാവേണ്ട ലിഗാൻഡുകൾ ഏതൊക്കെയാണ്? ക്ലോറിഡോ ലിഗാൻഡും അതുപോലെ തന്നെ അമിനോ ലിഗാൻഡുമാണ് വരേണ്ടത്. അപ്പൊ നമുക്ക് കോംപ്ലക്സ് എഴുതുമ്പോൾ ആദ്യം നോക്കേണ്ട കാര്യം, ഈ തന്നിരിക്കുന്ന 2 ലിഗാൻഡുകളിൽ ഏതൊക്കെ അയോണൈസേഷൻ സ്ഫിയറിലേക്ക് വരാം, ഏതൊക്കെ കോർഡിനേഷൻ സ്ഫിയറിലേക്ക് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അയോണൈസേഷൻ സ്ഫിയറിൽ ആകെ ഉണ്ടാവുക ഏത് മാത്രമായിരിക്കും? ഈ പറഞ്ഞതുപോലെ നമ്മുടെ മൈനസ്, അതായത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് അയോൺസ് മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക, അയോണൈസേഷൻ സ്ഫിയറിൽ ഉണ്ടാവുക.
അതായത് അമിനോ ലിഗാൻഡ് ഈ പറഞ്ഞതുപോലെ ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട് അതിന് അയോണൈസേഷൻ സ്ഫിയറിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടാകുമോ? ഇല്ല. അപ്പോ ഈ അമിനോ ലിഗാൻഡുകൾ എത്ര എണ്ണം ഉണ്ടെങ്കിലും ആ അമിനോ ലിഗാൻഡുകൾ കംപ്ലീറ്റ്ലി എവിടെയായിരിക്കണം ഉണ്ടാവേണ്ടത്? നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ദാറ്റ്സ് ഓൾ. അപ്പോ നമ്മൾ നോക്കുകയാണ് ഫസ്റ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO 3+ ആണ്. ആൻഡ് CO 3+ വരുന്നു. ആൻഡ് നമ്മൾ പറയുകയാണ് അമിനോ ലിഗാൻഡുകൾ എല്ലാം കോർഡിനേഷൻ സൈറ്റിലാണ്. അമിനോ ലിഗാൻഡുകൾ മാത്രമേ കോർഡിനേഷൻ എന്റിറ്റിയിൽ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ നമ്പർ 6 ആവണം എന്നുണ്ടെങ്കിൽ എത്ര അമിനോ ലിഗാൻഡുകൾ വരേണ്ടി വരും? ദാറ്റ് ഈസ് വാട്ട് യു കോൾ 6 അമിനോ ലിഗാൻഡുകൾ വരേണ്ടി വരും അല്ലെ? എന്നാണ് കോർഡിനേഷൻ നമ്പർ 6 നമുക്ക് പറയാൻ പറ്റുക. ആൻഡ് ഈ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമിനോ ന്യൂട്രൽ ആണെന്നുള്ളത് കൊണ്ട് ഈ ഓവറോൾ കോർഡിനേഷൻ എന്റിറ്റിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? 0 തന്നെയായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രൽ മോളിക്യൂൾസിനെ കുറിച്ചാണ് പറയുക. കൗണ്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ അയോണൈസേഷൻ സ്ഫിയറിൽ ഇനി എത്ര ചാർജ് വേണം? 3- ചാർജ് വേണം. നമുക്കറിയാം അയോണൈസേഷൻ സ്ഫിയറിൽ വരിക ക്ലോറിഡോ ലിഗാൻസ് മാത്രമാണ്. സോ ക്ലോറിഡോ ലിഗാൻസ് അല്ലെങ്കിൽ ക്ലോറൈഡ് അയോൺസ് വരികയാണ്, ക്ലോറിൻ വരികയാണെന്നുണ്ടെങ്കിൽ എത്ര ക്ലോറിൻ ആറ്റങ്ങൾ അവിടെ ഉണ്ടാവണം? 3 ക്ലോറിൻ ആറ്റം. എങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ദിസ് ഇസ് 3+ ഓവറോൾ, ദിസ് ഇസ് 3- എന്ന് പറയാൻ പറ്റുക. ഇതാണ് ഒരു കോംപ്ലക്സ് എന്ന് പറയുക. ആദ്യം കോംപ്ലക്സസ് എഴുതാം, എന്നിട്ട് IUPAC നെയിം എഴുതാം. ഇനി രണ്ടാമത്തെ കോംപ്ലക്സ്, 3 കോംപ്ലക്സ് ആണ്, 3 മോളിക്യൂൾസ് ആണ് ചോദിച്ചിരിക്കുക. രണ്ടാമത്തെ മോളിക്യൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു അമിനോ ലിഗാൻഡിനെ കുറയ്ക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോ CO ഫൈൻ, ഒരു അമിനോ ലിഗാൻഡ് ഇല്ല, അതായത് NH3 നമ്മൾ 5 ടൈംസ് എന്ന് എഴുതുന്നു എന്ന് വിചാരിക്കാം. NH3 5 ടൈംസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 6 വരണമെങ്കിൽ ഒരു ക്ലോറിഡോ ലിഗാൻഡ് അവിടെ ഈ പറയുന്ന നമ്മുടെ കോർഡിനേഷൻ സൈറ്റിലേക്ക് വരണം അല്ലെ? അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കൊബാൾട്ട് അഗെയിൻ 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ തന്നെയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, കൊബാൾട്ട് 3+ ആണെങ്കിൽ ഈ അമിനോ ലിഗാൻഡിന്റെ ചാർജ് ന്യൂട്രൽ ആണ്. ക്ലോറിഡോ എന്ന് പറയുന്നത് -1 ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഓവറോൾ ഉള്ള ചാർജ് എത്രയാണ്? 3+ -1 അല്ലെ? ദാറ്റ് ഈസ് വാട്ട് യു കോൾ 2+ ചാർജ് ആയിരിക്കും ഈ കോർഡിനേഷൻ എന്റിറ്റിക്ക് ഉണ്ടാവുക. അപ്പൊ അതിന് കൗണ്ടർ പാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പുറത്ത് ക്ലോറൈഡ് അയോൺസ് എത്ര എണ്ണം വരേണ്ടി വരും? 2 ക്ലോറൈഡ് അയോൺസ് വരേണ്ടി വരും. എന്നാലാണ് ഈ പറഞ്ഞതുപോലെ കൊബാൾട്ട് 3+ ആയിട്ട് ഇതിനെ എക്സിസ്റ്റ് ചെയ്യുക. ഇസ് ദാറ്റ് ക്ലിയർ? യാ. സോ ദിസ് ഇസ് എ നെക്സ്റ്റ് കോംപ്ലക്സ്. ഇനി നമ്മുടെ മൂന്നാമത്തെ കോംപ്ലക്സ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ CO അഗെയിൻ ഞാൻ ഒരു അമിനോ ലിഗാൻഡിനെ കൂടി കുറയ്ക്കുന്നു. അപ്പൊ ഒരു അമിനോ ലിഗാൻഡ് കൂടി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ NH3 4 ടൈംസ് എന്ന് നമുക്ക് എഴുതാം. NH3 4 ടൈംസ് എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോറിൻ എത്ര എണ്ണം വരണം? കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ 2 ക്ലോറൈഡ് അയോൺസ് വരണം. ആൻഡ് സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പോ ചാർജ് എത്രയാ വരിക? ദിസ് ഇസ് 3+ ഫൈൻ. ക്ലോറിഡോ ലിഗാൻഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് -1 ആണ്. അപ്പോൾ 3+ -2 ദാറ്റ് ഈസ് 1+ ചാർജ് ഉണ്ട് ഈ സിസ്റ്റത്തിന് കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് കൗണ്ടർ പാർട്ട് ചെയ്യാൻ എത്ര ക്ലോറൈഡ് അയോൺസ് വരണം? ഒരു ക്ലോറൈഡ് അയോൺ വരണം. സോ ദീസ് ആർ ദ 3 കോംപ്ലക്സസ്. ക്ലിയർ? നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 കോംപ്ലക്സസ് ഇത് 3 ഇനി ഇവിടെ നെയിം എന്നുള്ളതാണ്. നെയിമിങ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് നെയിമിങ്ങിനെ കുറിച്ച് അല്ലെ? അപ്പോ എങ്ങനെയാണ് നമ്മൾ ഈ കോംപ്ലക്സിന് നെയിം എഴുതുക? ഫസ്റ്റ് കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം പോസിറ്റീവ് പാർട്ടിന്റെ പേര് എഴുതണം. എന്തായിരിക്കും? ഇവിടെ 6 അമിനോ ലിഗാൻഡ് ഉണ്ട്. സോ ദിസ് ഇസ് വാട്ട് യു കോൾ ഹെക്സാമീൻ. Then വേറൊന്നുമില്ലല്ലോ. യാ. അപ്പോ കൊബാൾട്ട് ആണ്. കൊബാൾട്ട് എന്ന് പറയുന്ന പോസിറ്റീവ് സ്റ്റേറ്റ് ആയതുകൊണ്ട് കൊബാൾട്ട് എന്ന് മാത്രം മതി. ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ റോമൻ ന്യൂമറിൽ എഴുതുന്നു 3. ആൻഡ് നമ്മുടെ വാട്ട് യു കോൾ അയോണൈസേഷൻ സ്ഫിയറിലുള്ളത് ക്ലോറൈഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് വാട്ട് യു കോൾ ക്ലോറൈഡ് എന്ന് പറയും. സോ ദിസ് ഇസ് വാട്ട് യു കോൾ ദ നെയിം ഓഫ് ദിസ് കോംപ്ലക്സ്. ഹെക്സാമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ് ആണ് ഫസ്റ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു വെക്കുക. ഇനി രണ്ടാമത്തെ കോംപ്ലക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നതാണ് 5 അമിനോ ലിഗാൻഡ് ഉണ്ട്. അപ്പോൾ ആൽഫബറ്റിക്കലി ആദ്യം എഴുതേണ്ടത് അമീനാണ്. അപ്പൊ ദാറ്റ് ഈസ് വാട്ട് യു കോൾ എന്താണ്? പെന്റാ അമീൻ. ഒരു ക്ലോറിഡോ ലിഗാൻഡ് ഉണ്ട് അല്ലെ? അപ്പോ ക്ലോറിഡോ, പെന്റാമീൻ, ക്ലോറിഡോ. പിന്നെ കൊബാൾട്ട് ഉണ്ട്. ദാറ്റ് ഈസ് കൊബാൾട്ട്. Then 3. Oxidation state of cobalt is 3 here. Then ionization sphere ഉള്ളതാണ്. It is what you call chloride എന്നുള്ളതാണ്. So this is the name of the second complex. Pentamine, chlorido, cobalt 3, chloride. Clear? ഇനി നമ്മൾ മൂന്നാമത്തെ കോംപ്ലക്സിന്റെ പേര് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുവാണ്. അതായത് അവിടെ 4 അമിനോ ലിഗാൻഡ് ഉണ്ട് അല്ലെ? It is what you call എന്താണ്? ടെട്രാമീൻ.
ഡൈക്ലോറിഡോ ടെട്രാമീൻ ഡൈക്ലോറിഡോ, ഫൈൻ, ഡൈക്ലോറിഡോ, പിന്നെ കോബാൾട്ട്, then oxidation state എത്രയാണ് വരിക? that is what we call 3, then chloride. Clear? So that is what you call tetraamine dichlorido cobalt 3 chloride എന്ന് പറയുന്നതാണ് ഈ മൂന്നാമത്തെ കോംപ്ലക്സ്. അപ്പോൾ നമ്മൾ കോംപ്ലക്സസ് എഴുതി, we have given some conditions, ആ കണ്ടീഷൻസിന്റെ ബേസ് നമ്മൾ കോംപ്ലക്സസ് എഴുതി, അതുപോലെ ആ കോംപ്ലക്സുകളുടെ നെയിമും നമ്മൾ എഴുതി. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? Yeah. So this is all about third question. Then we are going for the next question. Question number 4. Question number 4. So this is a question. First you have to read the question. So what is the question here? That is CrNH3 4 times Cl2Br is a coordination complex. The complex in the structure of the and the A is identify the central metal ion of the above compound. First one. Next one, name the ligand present in it. So third one, what is the coordination number of this complex? And the last one is write the IUPAC name, and next write the ionization isomer of the following compounds. അങ്ങനെ ഈ പറയുന്ന 5 ഡിവിഷൻസ് ആയിട്ടാണ് ഈ ക്വസ്റ്റിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. സോ ദിസ് ഇസ് എ കോംപ്ലക്സ് അല്ലെ? എന്താ കോംപ്ലക്സ്? Cr, ക്രോമിയം ഉണ്ട്, and we have NH3 4 times, isn't it? NH3 4 times Cl2 and Br. So this is what we call the complexes. Fine. ഇനി ഈ കോംപ്ലക്സിലെ ഫസ്റ്റ് ചോദിച്ചിരിക്കുക what is a central metal ion എന്നുള്ളതാണ്. നമുക്കറിയാം ഏതാണ് സെൻട്രൽ മെറ്റൽ അയോൺ എന്ന് പറയുന്നത്? ക്രോമിയം ആണ്. ആൻഡ് ആ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും വരിക? Br എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ ഇത് മൊത്തം എത്രയായിരിക്കും വരിക? +1 ആണ്. അമിനോ ലിഗാൻഡിന് ചാർജ് ഇല്ല, ദാറ്റ് ഈസ് ന്യൂട്രൽ ആണ്. ദെൻ ക്ലോറിഡോ എന്ന് പറയുമ്പോൾ -1 ചാർജ് ആണ് അല്ലെ? അപ്പോ ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ക്രോമിയത്തിന്റെ ചാർജ് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്ലോറിൻ -2 ഉണ്ട്, -2 ഒരു +1 പുറത്തുണ്ട് അല്ലെ? -2 +1 പുറത്തുണ്ടെങ്കിൽ ക്രോമിയം എത്രയായിരിക്കും? 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ സെൻട്രൽ മെറ്റൽ അയോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോമിയം എന്ന് മാത്രം എഴുതിയിട്ട് കാര്യമില്ല. The question is you have to find what is the oxidation state of this particular element, isn't it? Because ഇവിടെ സെൻട്രൽ ആറ്റം ഏതാണെന്നല്ല ചോദിച്ചിരിക്കുക, സെൻട്രൽ മെറ്റൽ അയോൺ ഏതാണ് എന്നാണ്. നിങ്ങൾ ക്രോമിയം എന്ന് മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടുമോ? ഇല്ല. The question is you have to find the oxidation state of this particular compound. So ഇവിടെ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണ് വരിക? That is chromium 3+ എന്ന് പറയുന്നതാണ് എന്ത് വരിക? അയോൺ എന്ന് പറയുക. That is all about the first question. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ലിഗാൻഡ്സ് പ്രസന്റ് ഇൻ ഇറ്റ്. ഏതൊക്കെ ലിഗാൻഡുകൾ ഇതിനകത്തുണ്ട്? നമുക്കറിയാം ലിഗാൻഡ് എന്ന് പറയുമ്പോൾ ഈ കോർഡിനേഷൻ എന്റിറ്റിയിൽ വരുന്നതിനെയാണ് നമ്മൾ ലിഗാൻഡ് എന്ന് വിളിക്കുക. ഫൈൻ. ഇവിടുത്തെ ലിഗാൻഡുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഈ പറയുന്ന അമിനോ ലിഗാൻഡ് ഉണ്ട്, അമിനോ ലിഗാൻഡ് ഉണ്ട്, 4 എണ്ണം ഉണ്ട്. നെക്സ്റ്റ് വൺ, ഇവിടെ ക്ലോറൈഡ് എന്ന് എഴുതി വെക്കരുത്, ബിക്കോസ് നമ്മൾ ക്ലോറിൻ ഒരു ലിഗാൻഡ് ആയിട്ട് വരുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വി കോൾ ഇറ്റ് ആസ് ക്ലോറിഡോ എന്നുള്ളതാണ്. ക്ലോറിഡോ, നിങ്ങൾ ക്ലോറൈഡ് എന്ന് എഴുതിയാൽ മാറി. ക്ലോറൈഡ് ഈസ് നോട്ട് എ ലിഗാൻഡ്. സോ നമ്മൾ ലിഗാൻഡ് ആയിട്ട് വരുമ്പോൾ ക്ലോറിനെ വിളിക്കുന്നത് ക്ലോറിഡോ എന്നാണ്. അപ്പൊ ഇവിടെ അമിനോ ലിഗാൻഡ് ഉണ്ട്, അതുപോലെ ക്ലോറിഡോ ലിഗാൻഡ് ഉണ്ട്. സോ ദീസ് ആർ ദ നെയിം ഓഫ് ദ ലിഗാൻഡ്സ്. ദാറ്റ് ഈസ് ഓൾ ദ സെക്കൻഡ് പാർട്ട്. ഇനി തേർഡ് പാർട്ട്, വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ദിസ് ലിഗാൻഡ്, കോംപ്ലക്സ്. ഈ കോംപ്ലക്സിന്റെ കോർഡിനേഷൻ നമ്പർ പറയാനായിട്ട് നമുക്കറിയാം 4 അമിനോ ലിഗാൻഡ് ഉണ്ട് പ്ലസ് 2 ക്ലോറിഡോ ലിഗാൻഡ് ഉണ്ട് അല്ലെ? ഫൈൻ. എല്ലാം മോണോഡെന്റേറ്റ് ലിഗാൻഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ എത്രയാണ് വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്നുള്ളതാണ്. 4 + 2 6 ആണ് കോർഡിനേഷൻ നമ്പർ. ഇനി the next one, write the IUPAC name of this complex. സോ നമ്മൾ എങ്ങനെയാ IUPAC നെയിം എഴുതുക? ആദ്യം പോസിറ്റീവ് പാർട്ട് അല്ലെ? പോസിറ്റീവ് പാർട്ടിൽ ആദ്യം എഴുതേണ്ട ഏതാണ്? ഈ പറഞ്ഞതുപോലെ അമിനോ ലിഗാൻഡിനെ എഴുതണം, ബിക്കോസ് ആൽഫബറ്റിക്കലി അമിനോ ആണ് ആദ്യം ഉള്ളത്. അപ്പോ ദാറ്റ് ഈസ് വാട്ട് ഈക്വൽ എന്തായിരിക്കും? that is what we call tetraamine. രണ്ട് ക്ലോറിഡോ ലിഗാൻഡ്സ് ഉണ്ട് ഇവിടെ അല്ലെ? അപ്പൊ ദാറ്റ് ഈസ് വാട്ട് ഈക്വൽ എന്താണ്? ഡൈക്ലോറിഡോ, ടെട്രാമീൻ ഡൈക്ലോറിഡോ, പിന്നെ ക്രോമിയം അല്ലെ? ക്രോമിയം. And what is the oxidation state of chromium here? 3. Fine. So chromium 3. ഇനി നമ്മുടെ അയോണൈസേഷൻ സ്ഫിയർ ഉള്ളത് ഏതാണ്? ഇറ്റ് ഈസ് വാട്ട് വി കോൾ ബ്രോമൈഡ് എന്നുള്ളത്. ക്ലിയർ? സോ ദിസ് ഈസ് വാട്ട് വി കോൾ ദ
IUPAC name of this complex. Clear? Yeah. Next one, write the ionization isomer of this complex. Again, ionization isomer പറയുക. നിങ്ങൾ ആദ്യം ionization isomer എന്താണെന്ന് എഴുതണം. എന്താണ് ionization isomer? That is the compounds which differ in the nature of the ions which is produced from it. അല്ലെ? അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അയോണൈസേഷൻ സ്ഫിയറിലും കോർഡിനേഷൻ സ്ഫിയറിലുമുള്ള ചേഞ്ചസ് വരുമ്പോഴാണ് ഇതിനെ എന്ത് വിളിക്കുക നമ്മൾ അയോണൈസേഷൻ ഐസോമർ എന്ന് പറയുക. ഇവിടെ ഇപ്പോ അയോണൈസേഷൻ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമിയം NH3 നമുക്കറിയാം അമിനോ ലിഗാൻഡിന് നമ്മുടെ അയോണൈസേഷൻ സ്ഫിയറിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് ഈസ് എ ന്യൂട്രൽ കോമ്പൗണ്ട്. അതൊരിക്കലും അയോണൈസേഷൻ സ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ദെൻ ഈ ക്ലോറിഡോ ലിഗാൻഡിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അയോണൈസേഷൻ സ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യാം. അതായത് അയോണൈസേഷൻ സ്ഫിയറിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ട്? ഒരു ബ്രോമിൻ, ഒരു ബ്രോമൈഡ് ലിഗാൻഡ് ഉണ്ട്. സോ ഈ പറയുന്ന ബ്രോമിനും അതുപോലെ ക്ലോറിനുമായിട്ട് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? റീപ്ലേസ്മെന്റ് പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ സേ ഒരു ബ്രോമിൻ ഇവിടെ ഉള്ളിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. ആൻഡ് സ്വാഭാവികമായിട്ടും ഒരു ക്ലോറിഡോ ലിഗാൻഡ് അപ്പോൾ ഉള്ളിലുണ്ട്. ഒരു ക്ലോറിഡോ ലിഗാൻഡ് ക്ലോറൈഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. ക്ലിയർ? സോ ഇങ്ങനെ ഒരു പോസിബിലിറ്റി എവിടെയുണ്ട്? ഈ ഒരു കോംപ്ലക്സിന്റെ കേസിലുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് കോംപ്ലക്സ്, ഈ ഒരു കോംപ്ലക്സ് നിങ്ങൾ അയോണൈസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുക ഏതായിരിക്കും? Br മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ എഴുതിയ ഐസോമർ അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വാട്ടറിലേക്ക് നമ്മൾ ഇമേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന കോമ്പൗണ്ടുകൾ, കോമ്പൗണ്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കമ്പോണന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയായിരിക്കും ഇത് അയോണൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കമ്പോണന്റുകൾ പറഞ്ഞു കഴിയും? ദാറ്റ് ഈസ് ഈ കോർഡിനേഷൻ എൻറ്റിറ്റി ആസ് സച്ച് നിൽക്കും അല്ലെ? ദാറ്റ് ഈസ് ക്രോമിയം NH3 എത്ര എണ്ണമുണ്ട്? 4. then Br Cl ഇത് ആസ് സച്ച് പ്ലസ് ആയിട്ട് നിൽക്കും. ആൻഡ് ഇവിടെ ഇതിനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഒരു Cl മൈനസ് അയോണും ഉണ്ടാവും. അപ്പോ ഇവിടെ ഉണ്ടാവുക Br മൈനസ് അയോൺ ആണ്, ഇവിടെ ഉണ്ടാവുക ഇതാണ് Cl മൈനസ് അയോൺ ആണ്. സോ ദിസ് ഇസ് വാട്ട് വി കോൾ an ionization isomer of the first complex എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക. നമുക്ക് 1, 2, 3, 4, 5 പാർട്സ് ഉണ്ടായിരുന്നു. 5 പാർട്സിന്റെയും ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റാൻഡ്. ഇസ് ഇറ്റ്? ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Then going for the next question, question number 5. So question നോക്കാം ആദ്യം. That is Na2EDTA is used in the estimation of hardness of water. നമ്മൾ ഈ പറഞ്ഞതുപോലെ സബ്സ്റ്റൻസുകളുടെ ഹാർഡ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ആണ് ഈ ഒരു കോംപ്ലക്സ്, അതായത് EDTA ആയിട്ടുള്ള ഒരു കോംപ്ലക്സ്. എനിവേ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. And the question is, first one, draw the structure of EDTA for minus. Then what is its density? What are the donor atoms in it? Why it is called a chelating ligand? 4 questions ആണ്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് EDTA. നമുക്കറിയാം എന്തായിരുന്നു EDTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is ethylene diamine tetra acetate ion. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? We call it as EDTA എന്ന് പറഞ്ഞു വെക്കുക. അപ്പോ EDTA സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ഡെൻസിറ്റി ഒക്കെ പറയുന്ന സമയത്ത്. അതായത് എഥിലീൻ ഡയമീൻ അല്ലെ? എഥിലീൻ ഡയമീൻ എന്ന് പറയുമ്പോൾ we have what? CH2 and we have NH2 ഇതാണ് എഥിലീൻ ഡയമീൻ. അതിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അതിലേക്ക് എന്ത് വരുന്നു? 2 അസറ്റേറ്റ് ഗ്രൂപ്പുകൾ വരുന്നു. അതായത് അസറ്റേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ CH2COOH, അതിൽ ഒരു ഹൈഡ്രജൻ പോയിട്ട് CH2COO മൈനസ്. And here also we have what? CH2COO minus. Fine? Yeah. And ഈ നൈട്രജനിൽ എന്തുണ്ട്? We have CH2 then COO minus ഉണ്ട്. And ഈ നൈട്രജനിൽ എന്തുണ്ട്? We have CH2COO minus. ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക? We call it as EDTA എന്ന് പറഞ്ഞു വെക്കുക. So this is a structure of this complex. That is all of the first question. Next one, what is its density? നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a number of atoms through which a ligand can able to form a bond with an atom, with a metal എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെൻസിറ്റി എന്ന് പറഞ്ഞു വെക്കുക. നമുക്കറിയാം EDTA എന്ന് പറയുന്നത് it is what we call ഒരു hexadentate ligand ആണ് എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി എത്രയാണ്? That is equal to 6 ആണ്. അതായത് 6 ഡോണർ ആറ്റംസ് ഉപയോഗിച്ച് ഈ പറയുന്ന ഒരു EDTA മോളിക്യൂളിന് ഒരു മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡോണർ ആറ്റംസ് ഇൻ ഇറ്റ് എന്നുള്ളതാണ്. നമുക്കറിയാം വാട്ട് ആർ ദ ഡോണർ ആറ്റംസ് ഇൻ ഇറ്റ്? ദാറ്റ് ഈസ് ദിസ് ഓക്സിജൻ ഈസ് എ ഡോണർ ആറ്റം,
ദിസ് ഓക്സിജൻ ഇസ് എ ഡോണർ ആറ്റം, ദിസ് നൈട്രജൻ ഹാസ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, അല്ലെ, അതായത് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈ നൈട്രജനിലുണ്ട്. സോ ദിസ് നൈട്രജൻ ഇസ് അഗെയിൻ എ ഡോണർ ആറ്റം ആണ്. ഈ നൈട്രജനും എന്താണ്, ഈ പറഞ്ഞതുപോലെ ഡോണർ ആറ്റം ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും, ബിക്കോസ് ഇറ്റ് ഹാസ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഈ ഓക്സിജൻ ഡോണർ ആറ്റം ആണ്, ഈ ഓക്സിജനും ഡോണർ ആറ്റം ആണ്. അപ്പൊ മൊത്തം ഇവിടെ ഡോണർ ആറ്റംസ് ഏതൊക്കെയാണ്? 2 നൈട്രജൻസ് ഉണ്ട്, അതുപോലെ ഈ പറയുന്ന 6 ഓക്സിജൻ ആറ്റംസ്. They are the donor atoms. Okay, അപ്പൊ സ്ട്രക്ചർ വരച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം. സോ ദീസ് ആർ വാട്ട് വി കോൾ, എന്താണ് നമ്മൾ പറഞ്ഞു വെക്കും, ഈ പറയുന്ന ഡോണർ ആറ്റം ഓഫ് ദിസ് കോംപ്ലക്സ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഇനി ദ ലാസ്റ്റ് വൺ, വൈ ഇറ്റ് ഈസ് കോൾഡ് എ ചീലേറ്റിംഗ് ലിഗാൻഡ്. നമ്മൾ ആദ്യം നോക്കേണ്ടത് വാട്ട് ഈസ് ചീലേറ്റിംഗ് ലിഗാൻഡ്. നമുക്കറിയാം the ligands which can able to form a ring like structure with a metal, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ചീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറഞ്ഞു വെക്കുക. സിൻസ് ഈ എഥിലീൻ ഡയമീൻ ടെട്രാസെറ്റേറ്റ് അയോൺ എന്ന് പറയുന്നതിന് ഒരു മെറ്റലുമായിട്ട് 6 രീതിയിൽ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഇറ്റ് ക്യാൻ ഫോം ദ റിംഗ് ലൈക്ക് സ്ട്രക്ചർ. നിങ്ങൾ എഴുതുന്നത് എങ്ങനെയാണ്, ചീലേറ്റിംഗ് ലിഗാൻഡ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഏബിൾ ടു ഫോം എ റിംഗ് ലൈക്ക് സ്ട്രക്ചർ വിത്ത് ദ മെറ്റൽ. സിൻസ് ദിസ് കോംപ്ലക്സ് ഓർ ദിസ് ലിഗാൻഡ് has a hexadenticity, it can able to form a ring like structure with a metal atom. Okay, അപ്പൊ അതുകൊണ്ട് ഇതെന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യും, it exists as a chelating ligand. Is that clear? Yeah. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, that we will discuss in the next session.